السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد طب القلوب ودوائها وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. وقال تعالى أيضا: والله خلق كل دابة من ماء. ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാദാത്തുക്കളെ, ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ജലപ്രതിസന്ധിയെക്കുറിച്ച് ആലോചിക്കുവാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആമുഖമായി തന്നെ ഈ ചുരുങ്ങിയ സമയത്ത് പറയാനുള്ളത്, ജലപ്രതിസന്ധി ജീവിത പ്രതിസന്ധിയാണ്. അഥവാ ജലം ജീവനാണ്, ജീവന്റെ അടിസ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ആയത്തിൽ, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, സത്യനിഷേധികൾ മനസ്സിലാക്കുന്നില്ലേ ആകാശങ്ങളും ഭൂമിയും മുമ്പ് ഒട്ടിച്ചേർന്നതായിരുന്നു. കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, എന്നിട്ട് നാം അതിനെ വേർപ്പെടുത്തി. ഖുർആൻ പറയാൻ, വജഅൽനാ മിനൽ മാ, ജലത്തിൽ നിന്ന് നാം തീർത്തു, നാം സൃഷ്ടിച്ചു, കുല്ല ശൈഇൻ ഹൈ, സർവ ജീവവസ്തുക്കളെയും. ശേഷം ഖുർആൻ ചോദിക്കുകയാണ്, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും എന്തേ അവർ വിശ്വസിക്കാതിരിക്കുന്നു എന്നും ഖുർആൻ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ഇത് സൂറ അൽ അംബിയാഇന്റെ 30-ാമത്തെ സൂക്തമാണ്. വീണ്ടും സൂറ അൻ-നൂറിന്റെ 45-ാമത്തെ അധ്യായത്തിൽ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ അള്ളാഹുവിന്റെ സിംഹാസനമുണ്ട്. നമ്മളിത് അടിവരയിട്ട് മനസ്സിലാക്കണം. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ സിംഹാസനമുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വകാന അർശുഹു അലൽ മാ, എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു ജലം സൃഷ്ടിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ സിംഹാസനം ജലത്തിനുമേൽ സംവിധാനിച്ചിട്ടുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഇത് കേവലം ഒരു മതഗ്രന്ഥത്തിന്റെ ജൽപ്പനങ്ങളോ ഭാവനാവിലാസങ്ങളോ അല്ല, ഖുർആൻ മാത്രം പറയുന്ന കാര്യമല്ല. ഇത് കെട്ടുകഥയോ അസംഭവ്യമോ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ട്? ഇന്നിപ്പോ നമ്മൾ 2017 ഫെബ്രുവരിയിലാണ്. 2017 ഫെബ്രുവരിയിൽ തന്നെ കേവലം ഒരാഴ്ച മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. നാസയും അതുപോലെ യൂറോപ്യൻ ആസ്ട്രോണമിസ്റ്റുകളും ഒക്കെ ചേർന്ന് പറയുകയാണ്, ഭൂമി പോലെ, ഭൂമിക്ക് സമാനമായ 7 ഗ്രഹങ്ങൾ, ഭൂമിയുടെ അതേ വലിപ്പത്തിലുള്ള പുതിയ 7 ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ജീവനു സാധ്യതയുണ്ട്. എന്നിട്ട് അവർ വിശദീകരിക്കുന്നു, എന്തുകൊണ്ട് ജീവന് സാധ്യതയുണ്ട്? കാരണം ഞങ്ങൾക്കവിടെ ജലകണികകൾക്ക് സമാനമായ രീതിയിലുള്ള ചില അടയാളങ്ങൾ കണ്ടെത്താനായി, അതുകൊണ്ട് ജലമുള്ളതുകൊണ്ട് അവിടെ ജീവൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാസയുടെ ചൊവ്വാ ദൗത്യം, മാസ് മിഷൻ എന്ന് പറയുന്ന ചൊവ്വാ ദൗത്യത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം കാണാം. നാസയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ എല്ലാം പറയുന്നത്
ചൊവ്വയിൽ ജീവനുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വയിൽ ജലകണികകൾക്കു സമാനമായത് നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അഥവാ ജീവിതത്തിന്റെ അടിത്തറ വെള്ളമാണ് എന്നത് ശാസ്ത്രീയമായും വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിലും ഒരുപോലെ സത്യമാണ്, സുവ്യക്തമാണ്. ലോകത്ത് അറിയപ്പെട്ട സംസ്കാരങ്ങളുടെ മുഴുവൻ അടിത്തറ ജലമോ ജലമൊഴുകുന്ന നദികളോ സമുദ്രങ്ങളോ ആണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ സിന്ധു നദീതട സംസ്കാരം, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് സംസ്കാരങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ധാരാളം രംഗങ്ങളിൽ നമുക്ക് ജലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതും മനസ്സിലാക്കുവാനുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് തന്നെ ശാസ്ത്രം പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളുടെ, നമ്മളെ കാണുന്ന ബോഡിയുടെ സോളിഡ് എന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ ബോഡിയുടെ ഉറച്ചതെന്നും ജലവുമായി ബന്ധമില്ലാത്തതെന്നും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ 60% മുതൽ 70% വരെ പൂർണ്ണമായും ജലമാണെന്നാണ്. എന്തിന് അധികം നമ്മൾ പറയുന്നു, ചില അവയവങ്ങളുടെ, ശരീരത്തിലെ ചില അവയവങ്ങളുടെ 90% വരെ ജലനിർമ്മിതമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര മേഖലകൾ നമ്മളോട് പറയുന്നത്. H.H. മിച്ചൽ എന്ന് പറയുന്ന ഈ രംഗത്ത് ബയോളജിക്കൽ കെമിസ്ട്രിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും 73% ജലമാണെന്നാണ്. ശ്വാസകോശത്തിന്റെ 83%, നമ്മുടെ തൊലിയുടെ ചർമ്മത്തിന്റെ 64%, ഈവൻ നമ്മുടെ എല്ലുകളുടെ പോലും വലിയ ഒരു ശതമാനം ജലത്താൽ നിർമ്മിതമാണ്, 31%. ചുരുക്കി പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം തന്നെ പകുതിയിലധികം പ്യുവർ വാട്ടറിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ജീവിതത്തിന്റെ ജീവൽ പ്രക്രിയയിൽ മുഴുവൻ ഏതു പ്രക്രിയ എടുത്തു നോക്കിയാലും അതിലൊക്കെ ജലം, വെള്ളം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഞാൻ ആകെ പറഞ്ഞു വന്ന മുഖവുര, ജലം എന്ന് പറയുന്നത് ജീവന്റെ അടിത്തറയാണ്, ജീവന്റെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് ജലത്തെക്കുറിച്ചുള്ള നമ്മുടെ, വെള്ളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ആരംഭിക്കേണ്ടത് ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം ജലം ആരുടേതാണ്? നമ്മളൊക്കെ അവകാശം പറയുന്ന വെള്ളം നമ്മുടേതാണോ, അതോ ആരാണ് യഥാർത്ഥത്തിൽ ജലത്തിന്റെ അവകാശി എന്നതാണ്. അത് വലിയൊരു ചോദ്യമാണ്. രണ്ടാമതായി നമ്മൾ നേരിടേണ്ടതും ഈ ചോദ്യത്തെ തന്നെയാണ്. അല്ലാഹു പറയുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തശ്കുറൂൻ. സൂറ അൽ-വാഖിഅയിൽ അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘപാളികളിൽ നിന്ന് ആ വെള്ളമിറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാമാണോ ആ വെള്ളത്തെ ഇറക്കുന്നത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, അല്ലാഹു ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ആ വെള്ളത്തെ കൊടും ഉപ്പുരസമുള്ളതാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റേതാണ്. വീണ്ടും ഖുർആൻ നമ്മളോട് പറയുന്നു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അല്ലാഹു മേഘമിറക്കിയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അത് നിങ്ങൾ കാണുന്നില്ലേ എന്നും ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കാനാണ്, അതർഹിക്കുന്ന സ്ഥാനത്തോടെ അതിനെ പരിഗണിക്കുവാനാണ് നാം ആളുകൾക്ക് ഉത്ബോധനം നൽകേണ്ടത്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു ചെയ്തു തന്ന വലിയ ഈ അനുഗ്രഹം, അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടം ജലം, അതർഹിക്കുന്ന ബഹുമാനത്തോടെ കരുതലോടെ മാത്രം ചെലവഴിക്കുവാൻ, വിനിയോഗം ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. ആ ബോധം നമ്മുടെ സമൂഹത്തിന് നമ്മൾ കൈമാറേണ്ടതുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത് കാണാം, അന്നാസു ശുറകാഉ ഫീ സലാത്ത്, 3 കാര്യങ്ങളിൽ ആളുകൾ തുല്യാവകാശമുള്ളവരാണ്, പങ്കുകാരാണ്. ഏതാണ് 3 കാര്യങ്ങൾ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫിൽമാ, ഒന്ന് വെള്ളമാണ്, വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. വൽകല, രണ്ടാമത്തേത്
ചെടികളാണ്, അത് ഉണങ്ങിയതുമാവാം പച്ചയുമാവാം. വന്നാർ, തീ. ഈ 3 കാര്യങ്ങളിൽ ആരും പൊതുവായി നിൽക്കുന്ന ഈ 3 കാര്യങ്ങളിൽ ആരും അവകാശം പറയരുത് എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കർമ്മശാസ്ത്രപരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല, ചുരുങ്ങിയ സമയമാണ്. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, സ്വഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, സലാസത്തുൻ, 3 ആളുകൾ ലാ യൻദുറുല്ലാഹു അസ്സ വജൽ ഇലൈഹിം, അള്ളാഹു ആ 3 ആളുകളിലേക്ക് അള്ളാഹുവിന്റെ നോട്ടം നൽകുകയേയില്ല, അള്ളാഹു അവരെ തിരിഞ്ഞു നോക്കുകയേ ഇല്ല അന്ത്യനാളിൽ. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠോരമായ ശിക്ഷയുമുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ആ 3 ആളുകളിൽ ഒന്നാമൻ റജുലുൻ കാന ലഹു ഫദ്ലു മാഇൻ, ഒരാളാണ് അയാളുടെ കയ്യിൽ ജലം മിച്ചമുണ്ട്, കയ്യിൽ ജലം മിച്ചമുണ്ട്. ബിത്വരീഖ്, അയാൾ ഒരു യാത്രയിലാണ്. ഫമനഅഹു, എന്നിട്ട് ആ വെള്ളം ഇയാൾ തടഞ്ഞു വെച്ചു. മിനിബിനി സബീൽ, യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാൾക്ക്, അല്ലെങ്കിൽ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന വെള്ളമില്ലാത്ത ഒരാൾക്ക് വെള്ളം കയ്യിലുണ്ടായിട്ട് അത് നൽകാതിരിക്കുന്നവന് അള്ളാഹുവിന്റെ തിരുദർശനം ലഭ്യമാവില്ല എന്ന് വിശുദ്ധ റസൂൽ. ഇസ്ലാമിന്റെ ജലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ശുദ്ധീകരണ പ്രക്രിയയിൽ 1-ാം സ്ഥാനം ഇസ്ലാം നൽകുന്നത് ജലത്തിനാണ്. ജലത്തോട് നാം കാണിക്കുന്ന ദുരുപയോഗം ഇസ്ലാമിക വ്യവസ്ഥിതിയോട് നാം കാണിക്കുന്ന അതിക്രമമാണ്. ഒരു കാര്യത്തിലും അമിതവ്യയം പാടില്ലെന്നും ദുരുപയോഗം ചെയ്യരുതെന്നും വിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അന്നപാനാദികളിൽ പോലും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, വലാ തുസ്രിഫു, പക്ഷെ നിങ്ങൾ അമിതമായി ചിലവഴിക്കരുത് എന്നാണ് വിശുദ്ധ റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഒരു ദിവസം സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലൂടെ നടന്നുപോയി. ഉടനെ അവിടുന്ന് ചോദിച്ചു, മാ ഹാദ സർഫു യാ സഅദ്, എന്തിനാണ് ഇങ്ങനെ അമിതമായി വെള്ളം ചെലവഴിക്കുന്നത് സഅദേ? സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു അത്രേ, അവഫിൽ വുളൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, വെള്ളം വുളൂ ചെയ്യുന്നിടത്തുമുണ്ടോ അമിതം? ഇതൊരു ആരാധനയല്ലേ? അവിടെന്ന് പറഞ്ഞു, അതെ, തീർച്ചയായും. വഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, ഒരൊഴുകുന്ന പുഴയോരത്തു നിന്ന്, പുഴയിൽ നിന്ന് വുളൂ എടുക്കുമ്പോൾ പോലും ആവശ്യത്തിന് ജലം ഉപയോഗിക്കാവൂ എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കേവലമായ വാചകങ്ങളിൽ ഒതുങ്ങുന്നില്ല ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പാഠങ്ങൾ. അവിടുന്ന് ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യാറുണ്ടായിരുന്നു അത്രേ. ഒരു മുദ്ദ് വെള്ളം എന്ന് പറയുന്നത് 600 മില്ലി ലിറ്ററാണ്. 600 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട്, അപ്രോക്സിമേറ്റ്ലി 600 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് അവിടുന്ന് വുളൂ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. പ്രവാചകർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഒരു സാഅ് വെള്ളം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 5 മുദ്ദുകൾ. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലിറ്റർ, മാക്സിമം പോയാൽ 5 മുദ്ദെന്ന് പറയുമ്പോൾ 3 ലിറ്റർ വെള്ളം കൊണ്ടാണ് അവിടുന്ന് കുളിച്ചിരുന്നത്, കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത്ര മാത്രമായിരുന്നു എന്നറിയുമ്പോൾ നമുക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, ദുർവ്യയശീലം മനസ്സിലുള്ളവൻ കാനു ഇഖ്വാനശ്ശയാത്തീൻ, അവൻ ഇബ്ലീസിന്റെ, പിശാചിന്റെ കൂട്ടുകാരനായി മാറിയിരിക്കും. അഥവാ ദുർവ്യയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ചവരുടെ സ്വഭാവ രീതിയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനാവും എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ഭക്ഷണമില്ലാതെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയോ അതിലപ്പുറമോ പിടിച്ചു നിൽക്കാനാവും. എന്നാൽ ജലമില്ലാതെ അത് സാധ്യമല്ലെന്നത് ശാസ്ത്രീയ സത്യമാണ്. അതുകൊണ്ട് തന്നെ ജലം ദാനം ചെയ്യുന്നതിന്, ആളുകൾക്ക് പാനജലം എത്തിച്ചു നൽകുന്നതിന് വിശുദ്ധ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അഹ്മദ്, അബൂദാവൂദ് തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ളലുസ് സദഖ സുഖിയൽ മാ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനധർമ്മം ജലം പാനം ചെയ്യാൻ നൽകലാണ്, ജലം എത്തിച്ചു നൽകലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്ന, നമ്മുടെയൊക്കെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വല്യുപ്പമാരുടെയും പേരിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം, അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കർമ്മം ജലം ദാനം ചെയ്യലാണ് എന്നും അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അവർ മരണസമയത്ത് വസിയത്തുകളൊന്നും ചെയ്തിട്ടില്ല,
എന്തു ചെയ്യണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ വല്ല സ്വതക്കയും ചെയ്താൽ അതിന്റെ ഉപകാരം എന്റെ ഉമ്മാക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, നഅം, തീർച്ചയായും ലഭിക്കും. വഅലൈക ബിൽമാ, നീ വെള്ളം ധാരാളമായി ഉമ്മയുടെ പേരിൽ സ്വതക്ക ചെയ്യുക, ആളുകൾക്ക് പാനജലം എത്തിച്ചു നൽകുക. അതുകൊണ്ട് നിന്റെ ഉമ്മയുടെ ഖബറിടം സ്വർഗമായി മാറട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി തബറാനി ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയാം, ഇമാം ഹാക്കിം ഹദീസ് പണ്ഡിതൻ, പ്രമുഖനായ ഹദീസ് പണ്ഡിതൻ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചുപോയ ആളുകളാണ്. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ വസ്തുതകളാണ്, ആർക്കും നിഷേധിക്കാനാവില്ല. കേവലം എവിടെ നിന്നോ എടുത്തു പറയുകയല്ല. ഇവൻ ഇന്റർനെറ്റിൽ പോയിട്ട് അടിച്ചു നോക്കിയാൽ പോലും നമുക്ക് ഈ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന് മുഖത്ത് കഠിനമായ ഒരു വ്രണം ബാധിച്ചു അത്രേ, മുറിവ് വന്നു അത്രേ. 1 വർഷത്തോളം കഠിനമായ വേദന സഹിച്ച് അദ്ദേഹം ഈ രോഗവുമായി പൊരുതുകയാണ്. അങ്ങനെയിരിക്കെ ഈ മുറിവ് മാറിക്കിട്ടണമെന്ന ഉദ്ദേശ്യത്തോടെ അദ്ദേഹം തന്റെ വീട്ടുപടിക്കൽ ഒരു ടാപ്പ് വെച്ചു അത്രേ. വെള്ളം കുടിക്കാൻ ഒരു പൊതു പൈപ്പ് സജ്ജീകരിച്ചു അത്രേ. അദ്ദേഹം വെള്ളം എടുക്കാനുള്ള അന്നത്തെ സംവിധാനം ഉപയോഗിച്ചു. ഒരാഴ്ച കൊണ്ട് ആ മുറിവ് ഭേദമായി എന്നും മുമ്പത്തേക്കാൾ സുന്ദരമായി മാറി അദ്ദേഹത്തിന്റെ മുഖമെന്നും ചരിത്രം നമ്മളോട് പറയാൻ. ജലം ആളുകൾക്ക് നൽകുന്നത്, ദാഹിച്ച് വലഞ്ഞവന് ജലം നൽകുക എന്നത് ഏറെ പുണ്യകരമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറയുന്നത് പ്രമുഖനായ താബികളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു അത്രേ, മുട്ടുകാലിന് വർഷങ്ങൾ പഴക്കമുള്ള വേദനയാണ്, വ്രണമാണ്, മുട്ടുകാലിൽ വ്രണം വന്നിരിക്കുകയാണ്. അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു അത്രേ, ഏതെങ്കിലും ഒരു ജലക്ഷാമമുള്ള നാട്ടിൽ ചെന്ന് നിങ്ങൾ അവിടെ ഒരു കിണർ കുഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യേണ്ട താമസം ഇദ്ദേഹത്തിന്റെ രോഗം മാറിയെന്ന് ചരിത്രത്തിൽ നിന്ന്, ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാനാവും, ബനി ഇസ്രായേലിൽ ഒരു അഭിസാരപ്പണി ചെയ്തിരുന്ന പെണ്ണുണ്ടായിരുന്നു അത്രേ. ഒരു ദിവസം അവരൊരു യാത്രയിലായിരിക്കെ ദാഹിച്ചു വലഞ്ഞ ഒരു നായയെ കണ്ടുമുട്ടുകയുണ്ടായി. ആ നായക്ക് ഒരു കിണറ്റിലിറങ്ങി വെള്ളമെടുത്ത് നൽകിയതു കാരണം ആ സ്ത്രീക്ക് അല്ലാഹു പൊറുത്തു നൽകിയെന്നും അവർ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നു. ആരാധനകളിൽ പോലും ഒരു കാരണവശാലും ജലം അമിതമായി ഉപയോഗിക്കരുത് എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. മറ്റൊരിക്കൽ ഒരു അറബി വന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അത്രേ, നബി തങ്ങളെ, എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? വുളൂഇന്റെ പൂർണ്ണരൂപം എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന്. അവിടുന്ന് ഓരോ കർമ്മവും 3 പ്രാവശ്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത് കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു അത്രേ, വമൻ സാദ അലാ ഹാദാ ഫഖദ് അസാഅ വതഅദ്ദ വളലം. 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്, അത് ആരാധനയാണ്. എന്നാൽ 4ആവുമ്പോൾ പ്രതിഫലം കൂടുകയല്ല, മറിച്ച് അവൻ തെറ്റു ചെയ്തവനും അതിക്രമകാരിയും അക്രമം ചെയ്തവനുമായി. കേവലം വുളൂഇൽ 3 പ്രാവശ്യം, അംഗസ്നാനത്തിൽ 3 പ്രാവശ്യം കഴുകുന്നത്, വെള്ളം അമിതമായി ഉപയോഗിച്ച് 4ാമതൊരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ മനഃപൂർവ്വമാണെങ്കിൽ അത് തെറ്റാണ്, അതിക്രമമാണ്, അക്രമമാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വൻതോതിലുള്ള ജലദുരുപയോഗമാണ്. ഇതിനെക്കുറിച്ച് നാം ഉത്ബോധനം നടത്തേണ്ടതുണ്ട്. നാം ആളുകൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്ത് 1 ടൺ ടിൻ പ്ലേറ്റ് അഥവാ നമ്മൾ അലുമിനിയം ഫോയിൽ എന്ന് പറയുന്ന ആ വസ്തു 1 ടണ്ണ് നിർമ്മിക്കണമെങ്കിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നത്ര. 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് വളരെ കോമണായി, വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കാൻ ഇത്രയ്ക്ക് വെള്ളം വേണമെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഒരു കാറ് നിർമ്മിക്കാൻ, ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന ഓരോ കാറും നിർമ്മിക്കാൻ ചുരുങ്ങിയത് 4 ലക്ഷം ലിറ്റർ വെള്ളം വേണമത്രേ.
ന്യൂസ് പേപ്പർ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കും, വായിക്കും, ഉപയോഗിക്കും, പലതിനും ഉപയോഗിക്കും. 1 ടണ്ണ് ന്യൂസ് പേപ്പർ നിർമ്മിക്കാൻ 7.5 ലക്ഷം ലിറ്റർ വെള്ളം വേണം. 1 ടൺ. ഒരു ദിവസം എത്ര ടൺ ന്യൂസ് പേപ്പറുകൾ നമ്മുടെ നാടുകളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യമില്ലാതെ നമ്മുടെ അങ്ങാടികൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറുകളും ബാനറുകളും എല്ലാം, നോട്ടീസുകളും എല്ലാം അതിൽപ്പെട്ട്. നമ്മളൊക്കെ അറിയുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന സിലിക്കൺ പ്ലേറ്റ്, ഏത് ചെറിയ ഇലക്ട്രോണിക് ഉപകരണത്തിലും ഉണ്ടാവും സിലിക്കൺ പ്ലേറ്റ്. ഒരു സിലിക്കൺ പ്ലേറ്റിന്റെ കേവലം 6 ഇഞ്ച് മാത്രമുള്ള ഒരു പ്ലേറ്റ് നിർമ്മിക്കാൻ, സിലിക്കൺ പ്ലേറ്റ് നിർമ്മിക്കാൻ 6 ഇഞ്ച് മാത്രമുള്ള ഒരു സിലിക്കൺ പ്ലേറ്റ് നിർമ്മിക്കാൻ 13,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കണമെന്നാണ്. ഈ രീതിയിലാണ് ഇന്ന് വ്യാവസായിക രംഗത്ത് ജലം ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ലോക ജനസംഖ്യയിൽ വലിയ ഒരു ശതമാനം പാനജലം ലഭിക്കാതെ, കുടിക്കാനുള്ള വെള്ളം ലഭിക്കാതെ ദിനം പ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് നിലവിലുള്ള രോഗങ്ങളിൽ UN ഹെൽത്ത് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ലോകത്ത് നിലവിലുള്ള ആകെ രോഗികളിൽ 50% രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ജലവുമായി ബന്ധപ്പെട്ടാണ്. ജലവുമായി ബന്ധപ്പെട്ട് ജല ദൗർലഭ്യം മൂലമോ മലിനജലത്തിന്റെ ഉപയോഗം മൂലമോ പടർന്ന രോഗങ്ങളാണ് ലോകത്തെ ആകെ രോഗങ്ങളിൽ 50%-ലധികവും എന്ന് UN നമ്മളോട് പറയുകയാണ്. ഇങ്ങനെ വന്നാൽ, ഈ രീതിയിലുള്ള ദുരുപയോഗം ലോകത്ത് നടക്കുന്നുവെങ്കിൽ അധികം വൈകാതെ UN തന്നെ കണക്ക് പ്രകാരം 2025 ആവുമ്പോഴേക്ക്, കേവലം 8-9 വർഷം കഴിയുമ്പോഴേക്ക് ജനസംഖ്യയുടെ 2/3 ഭാഗം, ലോകത്തുള്ള മുഴുവൻ ആളുകളെ 3 ആക്കിയാല് ആ 2/3 ഭാഗവും കുടിവെള്ളമില്ലാതെ ജലപ്രതിസന്ധിയുടെ, അതിരൂക്ഷമായ ജലപ്രതിസന്ധിക്ക് വേദിയാകുമെന്ന് UN നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധരും മറ്റുമൊക്കെ പറയുന്നത്, ലോകത്ത് 3ാമതൊരു ലോകമഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് ജലത്തിനു വേണ്ടിയായിരിക്കുമെന്ന്. ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ജലതർക്കങ്ങളും അവയിൽ ഉടലെടുത്തിട്ടുള്ള തീരുമാനങ്ങളും അഗ്രിമെന്റുകളും നോക്കിയാൽ ഇത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം വെള്ളത്തിന്റെ പ്രാധാന്യം അത്രയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ മഹത്തായ സമയത്ത് നമ്മൾ ഒന്നിച്ചു പ്രതിജ്ഞ എടുക്കേണ്ടത് കാര്യങ്ങളെ പഠിക്കാനല്ല, പ്രാക്ടിക്കലി നടപ്പിലാക്കാനാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കട്ടെ, നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ, വ്യക്തിപരമായ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ ഇന്ന കാര്യത്തിന് ഇത്രയേ വെള്ളം ഉപയോഗിക്കൂ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ക്യാമ്പയിനുകൾ കൊണ്ട്, പേരിനു മാത്രം നടക്കുന്ന ക്യാമ്പയിനുകൾ കൊണ്ട് ലോകത്ത് ജലം സംരക്ഷിക്കപ്പെടൂല, ജലപ്രതിസന്ധിക്ക് പരിഹാരം കിട്ടൂല. നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് അത് സമൂഹത്തിലേക്ക്, പഞ്ചായത്തുകളിലേക്കും ഗ്രാമസഭകളിലേക്കും വ്യാപിക്കട്ടെ. അങ്ങനെ ജലത്തെക്കുറിച്ച് ബോധമുള്ള, ദുരുപയോഗത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർമ്മയുള്ള ഒരു സമൂഹം ഉടലെടുക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.